ഏറ്റവും സുപ്രധാനമായ ദീനിന് എല്ലാ ജീവിതവും ജീവനും സമർപ്പിച്ച മഹാത്മാക്കളായ അസ്ഹാബുൽ ബദറിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി. ആരാണ് ബദരീങ്ങൾ? നമ്മൾ കാലങ്ങളായിട്ട് കുഞ്ഞുനാളിലെ കേൾക്കുന്നതാണ് ബദരീങ്ങൾ എന്ന്. ആരാണ് ബദരീങ്ങൾ? എന്താണ് അവർ ചെയ്ത ധർമ്മം? എന്താണ് അവർ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗം? അതൊക്കെ നമ്മൾക്ക് ഇന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഇസ്ലാം ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കിയതിന്റെ പിന്നിൽ ഏറ്റവും കഠിനമായി ത്യാഗം സഹിച്ച മഹാത്മാക്കളാണ് അസ്ഹാബുൽ ബദർ. അതുകൊണ്ടാണ് മുത്ത് റസൂൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നു. കാരണം ഒരു സഹായവും ഇല്ലാത്ത കാലത്ത് ആരുടെയും പ്രശസ്തിയോ ആരുടെയെങ്കിലും പുകഴ്ത്തലോ അതൊന്നും ലക്ഷ്യമാക്കാതെ, അതൊന്നും അന്നത്തെ കാലത്ത് ഇല്ല. കാരണം അധ്വാനിച്ചത് ഇവരുടെയൊക്കെ ഒരു ജീവിതം എന്താണ്? അസ്ഹാബ് മുഹമ്മദിന്റെ ജീവിതം എന്താണ്? മുത്ത് റസൂൽ 40 വയസ്സിൽ പ്രബോധനം തുടങ്ങി. ആദ്യത്തെ 13 കൊല്ലം പീഡനം എന്ന് പറഞ്ഞാൽ അതിശക്തമായ പീഡനം. ഈ പീഡനം സഹിക്കാൻ പറ്റാതെ ഇടക്കിടക്ക് സഹാബികളൊന്ന് പറയും, നബിയെ നമുക്കൊന്ന് ഈ പ്രതിരോധമല്ലാതെ ഇവരോടൊന്ന് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയാലോ? എത്ര കാലമാണ് ഇങ്ങനെ? അലാ തസ്തൻസിറു ലനാ, സഹീഹ് ബുഖാരിയിലൊക്കെ ഉണ്ട്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ. ഖബ്ബാബ് ഇബ്നുൽ ഹറത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എപ്പോഴാ നബിയെ നമുക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം? ഈ കഠിനമായ കഠോരമായ പ്രയാസം എന്നാണ് അവസാനിക്കുക നബിയെ എന്ന് പറയുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനൊക്കെ ശക്തമായി അവിടുത്തെ ഇരുമ്പ് കൊണ്ട് പഴുപ്പിച്ച അതുപോലെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിൽ മലർത്തിക്കെടുത്തി കട്ടിയുള്ള പാറക്കല്ലിൽ നെഞ്ചത്ത് വെച്ചിട്ട് ഈ ബിലാൽ എന്ന ഈ കറുത്ത മനുഷ്യന്റെ റളിയല്ലാഹു അൻഹു ശരീരത്തിലൂടെ ഇങ്ങനെ രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്, രക്തം ഇങ്ങനെ തടന്തലി ആത്തൊഴുകുന്നുണ്ട്. അത്രയും രക്തം വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കും. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഇസ്ലാമിക ശരീഅത്തിലെ ആദ്യത്തെ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചത് ഒരു പെണ്ണാണ്, ബീവി സുമയ്യ റളിയല്ലാഹു തആല. ഇപ്പൊ ഇവരെയും യാസിർ കുടുംബത്തിനെ ഇവരൊക്കെ ഈ മക്ക മുശ്രിക്കീങ്ങൾ ആക്രമിച്ച അക്രമത്തിന് കയ്യും കണക്കുമില്ല. അക്രമേൽ മർദ്ദിതരായിട്ട് അവരിങ്ങനെ ദുആ ചെയ്യും, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, എന്നാണ് ഞങ്ങൾക്കൊരു വിമോചനം ഉണ്ടാകുക എന്ന് ഇങ്ങനെ ദുആ ചെയ്യും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മുഹമ്മദ് നബിയും അനുയായികളും വാളെടുത്തിട്ട് ഈ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് വിജയിച്ചു, ഇസ്ലാം വാളിന്റെ മതമാണ്, ഭീകരതയുടെ മതമാണ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്നവരും വാദൂറാതെ പ്രസംഗിക്കുന്നവരുമുണ്ട്. പക്ഷെ അവരൊക്കെ മനസ്സിലാക്കണം, നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഇവരിതിന് വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇതൊക്കെ സഹിച്ചിട്ട് ഒരു 13 വർഷമാണ് നിൽക്കുന്നത്. 13 മാസമല്ല, 13 വർഷം. അങ്ങനെ നബിയോട് പറയും, നബി പറയും, അടങ്ങി നിൽക്ക്, ക്ഷമിക്ക്, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് മുത്തുനബി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ക്ഷമയുടെ പ്രതിഫലമായിട്ടാണ് 313 പട്ടിണി കിടക്കുന്ന സഹാബികൾ, അത് തന്നെ 10-13 വർഷം കഴിഞ്ഞപ്പോ പിന്നെ മക്കയിൽ അവർക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരും പോണം. അതിന്റെ മുമ്പ് കുറെ മലഞ്ചെരുവിൽ താമസിച്ച്, 3 കൊല്ലം മലഞ്ചെരുവിൽ താമസിച്ച്, ഭക്ഷണം കൊടുക്കൂല. കഅബാലയത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്നതാണ് കഅബാലയം. അന്ന് കഅബത്തിലൊക്കെ ബിംബങ്ങളാണ്, 300-ൽ പരം ബിംബങ്ങൾ കഅബാലയത്തിന്റെ ഉള്ളിലുണ്ട്. കഅബാലയത്തിൽ എഴുതി തൂക്കി മുഹമ്മദിനെയും അനുയായികളും അവർ തമ്മിൽ ഒരു കച്ചവടമോ ഒരു ബന്ധമോ പാടില്ല എന്ന്, അവരെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കണമെന്ന് എഴുതി തൂക്കി മക്ക മുശ്രിക്കീങ്ങൾ. അങ്ങനെയാണ് ഒരു കച്ചവട ബന്ധവുമില്ലാതെ കയ്യിൽ കിട്ടിയ കുറച്ച് ഈത്തപ്പഴവും വെള്ളവുമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല കയറുന്നത്. അന്ന് അബൂ ത്വാലിബ് ഉണ്ട്, ഖദീജ ബീവി ഉണ്ട്, കുറച്ച് സ്വഹാബികളുണ്ട്. അവരിങ്ങനെ കഴിഞ്ഞ് വെള്ളവും ഈത്തപ്പഴമൊക്കെ കൊണ്ടേതൊക്കെ കഴിഞ്ഞു. അവസാനം പച്ചില കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ രോഗിണിയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് വേണ്ടിയിട്ട് സഹിച്ചതാണ് അവരൊക്കെ. നമുക്കൊക്കെ എന്ത് ത്യാഗമാണ് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എന്ത് ത്യാഗമാണ്.
മദീനയിൽ നിൽക്കാൻ സമ്മതിക്കാണ്ട് മദീനയിൽ ഒരുപാട് കച്ചവടം, മക്കയിൽ ഒരുപാട് കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, കുറേ സ്വഹാബികളുണ്ട്. അവരോടൊക്കെ പറഞ്ഞു, നബി മദീനക്കാർ വിളിച്ചു, നബിയെ നിങ്ങൾ ഇങ്ങോട്ട് പോരെ, നിങ്ങളുടെ അനുയായികൾ ഇങ്ങോട്ട് പോരെ, എല്ലാവിധ സൗകര്യം ഞങ്ങൾ ഒരുക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയാണ്, മദീനയിലേക്ക് പോവാണ്. ആ സമയത്ത് ഓരോ സഹാബികളായിട്ട് പോകുമ്പോ ഈ മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോവാതിരിക്കുക, അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷെ ഞങ്ങൾക്ക് വിഷയമല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ച നിങ്ങളുടെ സ്വത്തും സമ്പത്തും ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂല, അല്ലാതെ വേണമെങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോ കഷ്ടിച്ച് ഔറത്ത് മറക്കാനുള്ള ഒരു വസ്ത്രം മാത്രം എടുത്തിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയവരാണ് അസ്ഹാബ് മുഹമ്മദ്. എല്ലാം ഒഴിവാക്കി. ഒരു പുരുഷായുസും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയ നമ്മുടെ വീട്, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ സൗകര്യങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് മദീനയ്ക്ക് പോയവരാണ്. അങ്ങനെ മദീനയിൽ പോയിട്ട് മദീനയിലും ജീവിക്കാൻ അനുവദിക്കാതെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബദർ യുദ്ധം ഉണ്ടാകുന്നത്. നബി പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവന്റെ കൂടെ അല്ലാഹുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. പല പരീക്ഷണങ്ങളും ഉണ്ടാവും, പക്ഷേ നിങ്ങൾ ക്ഷമിക്കണമെന്ന ക്ഷമയുടെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ക്ഷമയുടെ പ്രതിഫലമായിട്ട് കണ്ടില്ലേ, 313 ശത്രുക്കളെ നേരിടാൻ 1000-ഓളം വരുന്ന ശത്രുക്കളാണ്. 313 സഹാബികളെ നേരിടാൻ 1000-ഓളം വരുന്ന ശത്രുക്കളാണ്. ഈ ശത്രുക്കൾക്ക് മുന്നിൽ ബദർ നമ്മൾ കേൾക്കുമ്പോൾ, ബദർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്. മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറത്തുള്ള ബദർ. ആ ബദറിൽ വെച്ചിട്ടാണ് ഇവർ ഏറ്റുമുട്ടുന്നത്. ഇവരുണ്ടാക്കി, സ്വഹാബികൾ ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും ഇവർ കൊണ്ടുപോയിട്ട് ഫലസ്തീനിൽ കൊണ്ടുപോയി ആയുധം വാങ്ങി. ഇന്ന് അമേരിക്ക ചെയ്യുന്ന പോലെ അമേരിക്ക ലോക പോലീസായിട്ട് വിറപ്പിച്ച് ലോകരാഷ്ട്രങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് ആയിരക്കണക്കിന് മക്കളുടെ ശിരസറ്റ കബന്ധങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്ന അമേരിക്കയുടെ രാക്ഷസ സ്വഭാവമുള്ള ഇവർ ഫലസ്തീനിൽ കൊണ്ടുപോയി ആയുധങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നിട്ട് ഇവരുമായിട്ട് യുദ്ധത്തിന് വരികയാണ്. ആ സമയത്ത് മുത്ത് റസൂലിന്റെ ദുആയുണ്ട്, ഇന്നത്തെ രാത്രിയിൽ ഹക്കിനെ നീ വിജയിപ്പിക്കണേ അല്ലാഹ് എന്ന ആത്മനൊമ്പരത്തോടെ, ഹൃദയവേദനയോടെ പടച്ച റബ്ബിന്റെ മുന്നിൽ കൈ ഉയർത്തി ദുആ ചെയ്തതിന്റെ പ്രതിഫലമാണ് ഈ 313 ആളുകൾ ശത്രുക്കളുടെ നേരെ വാള് ചൂണ്ടുമ്പോ തന്നെ അവരുടെ തല, അവരുടെ ശിരസ് നിലത്ത് കിടക്കുകയാണ്. എന്താ കാരണം എന്നല്ലേ? അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്, 1000 മലക്കുകളാണ്, ആയിരക്കണക്കിന് മലക്കുകളാണ് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നത് എന്നാണ്. എന്തിന്? അവരുടെ ശക്തമായ ഈമാൻ, ഈ ദൃഢരൂഢമൂലമായ വിശ്വാസത്തിന്റെ, അചഞ്ചലമായ പാറ പോലെയുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായ ആ ബദരീങ്ങളുടെ ഓർമ്മയിൽ മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ, പിന്നീട് ഈ മരിച്ചു കിടക്കുന്ന ഈ ശത്രുക്കളുടെ നോക്കി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവരെല്ലാവരും ബദറിലെ ഇന്ന് മസ്ജിദുൽ ഹരീസിന്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്. ഇന്ന് അവിടെ ഹരീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ന് പള്ളിയുണ്ട്. ഹജ്ജിനും ഉംറക്കൊക്കെ പോയവർക്കൊക്കെ പരിചയം ഉണ്ടാകും. നമ്മൾ പോയിട്ടില്ല. അല്ലാഹു തആല വിദൂരമല്ലാത്ത ഭാവിയിൽ അവിടെയൊക്കെ എത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനുള്ള എല്ലാ മാർഗവും ഹലാലായ സമ്പൽ സമൃദ്ധിയും അല്ലാഹു നൽകട്ടെ. അല്ലാഹു ഇങ്ങനെ യാത്ര ചെയ്യണം. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഓരോ നാടുകൾ, ഇങ്ങനെ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക. ജീവിതത്തിൽ അതൊക്കെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സമയത്ത് ദീർഘമായി ഞാനൊന്നും സംസാരിക്കരുത്. പറഞ്ഞാൽ എവിടെയും എത്താത്ത അത്രയും വിശാലമായി പറന്നു കിടക്കുന്നതാണ് ബദരീങ്ങളുടെ ഓർമ്മ. ഏതായാലും ഒരു കാര്യം, ബദരീങ്ങളെ സ്നേഹിച്ചാൽ നമ്മൾ പരാജയപ്പെടുന്നു. അതുകൊണ്ട് ബദരീങ്ങളെ സ്നേഹിക്കുക. അവരുടെ പേരിൽ ഫാത്തിഹ ഓതുക, അവരുടെ പേരിൽ യാസീൻ ഓതുക. അതൊരു കാവലാണ്. ഒന്നും വേണ്ട, യാസീൻ ഓതാൻ അറിയില്ലെങ്കിലും ഫാത്തിഹ ഓതുക. ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുക. അത് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾക്ക് കാരണമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ലോക ജനത നേരിടുന്ന എല്ലാ വിപത്തുകളും പ്രയാസങ്ങളും എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും അക്രമങ്ങളും എല്ലാത്തിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അവരോട് ഒരുമിച്ച് മുത്തനബിയുടെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ അസ്ർ നിസ്കാരം ബദരീങ്ങളുടെ അനുസ്മരണമുണ്ട്, അതുപോലെ മൗലിദുമുണ്ട്. കഴിയുന്നവരൊക്കെ എത്തുക ആ സദസ്സിലേക്ക്. അസ്ർ നിസ്കരിച്ചപാടെ നമുക്ക് ദുആ ചെയ്ത് മൗലിദ് ഓതാം. നമുക്കൊക്കെ തിരക്കുണ്ടാവും, പക്ഷെ എന്ത് തിരക്കും മാറ്റി വെച്ച് കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന 1 മണിക്കൂർ അത് ബദരീങ്ങളുടെ ഓർമ്മയിലായിട്ട് ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സ്വല്ലല്ലാഹു അലാ